Welcome to my channel MP4 Multibagger. Disclaimer: I'm not a civil registered analyst. This video is intended to purely education purpose. Any exercise, please do with your due diligence or consult with your financial advisors. Let's begin. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന TARIL താരിൽ ദി ഗ്രോത്ത് പവർ ഹൗസിനെ കുറിച്ചാണ്. താരിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി പ്രൊഫൈൽ, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഡൈവേഴ്സിഫൈ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ, ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ ആൻഡ് മൈൽ സ്റ്റോൺ, ഫൈനാൻഷ്യൽ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി മാർജിൻസ്, ഓർഡർ ബുക്ക്, കസ്റ്റമർ ബേസ്, സ്ട്രാറ്റജിക് ഇൻറ്റഗ്രേഷൻ എഫിഷ്യൻസി, ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഔട്ട്ലുക്ക്, ഇൻവെസ്റ്റ്മെന്റ് സമ്മറി ആൻഡ് പ്രോസ് ആൻഡ് കോൺസ്, പിന്നെ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഹെഡ്ക്വാർട്ടർ അഹമ്മദാബാദിലാണ്. താരിൽ ഈസ് പ്രീമിയർ മാനുഫാക്ചർ ഓഫ് പവർ ഫർണേസ് ആൻഡ് റെക്ടിഫയർ ട്രാൻസ്ഫോമേഴ്സ്. അത് നിർമ്മിക്കുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് പവർ ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്. 500 മെഗാ വോൾട്ട് ആംപിയറും അതുപോലെ 1200 കിലോ വാൾട്ട് ആംപിയർ അങ്ങനെയുള്ള പവർ ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ ഫർണേസ് ട്രാൻസ്ഫോമേഴ്സ്, rectifiers and distribution form transformers, specialty duty transformers, series and shunt reactors and mobile hub substations, പിന്നെ എർത്തനിങ് ട്രാൻസ്ഫോമേഴ്സ്. ഇത്രയും വിഭാഗത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് പവറും ഫർണേസും റെക്ടിഫയർ ട്രാൻസ്ഫോമേഴ്സ് ഈ 3 മേഖലയാണ് ഏറ്റവും റവന്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വേറെ കാര്യം, ഈ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രാൻസ്ഫോമർ മാനുഫാക്ചർ ആണ് ബൈ കപ്പാസിറ്റി ഈ ഒരു കമ്പനി. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഇന്ത്യൻ മാനുഫാക്ചർ റേഞ്ച് ട്രാൻസ്ഫോമേഴ്സ്, റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് കൂടിയാണ്. മാനുഫാക്ചർ പവർ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റഡ് 3 പ്ലാന്റ്സ് അഹമ്മദാബാദിലുണ്ട്. കമ്പൈൻ ചെയ്തിട്ട് 40,000 മെഗാ വോൾട്ട് ആംപിയറിന്റെ കപ്പാസിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത്. എസ്റ്റാബ്ലിഷ്ഡ് പ്രസൻസ് ഓവർ 25 കൺട്രീസ്, 25ഓളം കമ്പനിക്ക് സർവീസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് ഫോർ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റെക്ടിഫയേഴ്സ് ട്രാൻസ്ഫോമർ ഫോർ ഇൻഡസ്ട്രിയൽ AC ടു DC കൺവേർഷൻ, AC നിന്ന് DCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന. പിന്നെ സ്പെഷ്യാലിറ്റി എക്യുപ്മെന്റ് നോക്കുകയാണെങ്കിൽ കസ്റ്റം ഡിസൈൻഡ് ആണ്. അപ്പോൾ കസ്റ്റം ഡിസൈൻ ടു ലോക്കോമോട്ടീവ് ട്രാക്ഷൻ, സോളാർ ആപ്ലിക്കേഷൻ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ. അതായത് ന്യൂ വെഞ്ചറിലേക്ക്, ന്യൂ ഹൊറൈസണിലേക്ക് സോളാർ ആപ്ലിക്കേഷനിലും ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെ ലോക്കോമോട്ടീവ് ട്രാൻസാക്ഷനിൽ കസ്റ്റം ഡിസൈൻ മാനുഫാക്ചറും കൂടിയാണ് ടാരിൽ. പിന്നെ നമുക്ക് ഹെവി ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ ഫർണേസ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഹെവി ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡ് ഫർണേസ് ട്രാൻസ്ഫോമേഴ്സ്, നോട്ടബിളി ദി വേൾഡ്സ് ലാർജസ്റ്റ് ഫർണേസ് ഡ്യൂട്ടി യൂണിറ്റ് ഇൻസ്റ്റാൾഡ് ഇൻ റഷ്യ. റഷ്യയിൽ 156 മെഗാ വോൾട്ട് ആംപിയർ ഈ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി സൊല്യൂഷൻസ് ഉണ്ട്. സ്റ്റണ്ട് ആൻഡ് സീരീസ് റിയാക്ടേഴ്സ് ഫോർ ഗ്രിഡ് എഫിഷ്യൻസിക്ക് വേണ്ട റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അതും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1980 മിസ്റ്റർ ജിതേന്ദ്ര മമോത്ര എന്ന് പറയുന്ന ആള് സ്റ്റാർട്ട് ചെയ്തത്. 1994 താരിൽ ആയിട്ട് ഇൻകോർപ്പറേറ്റഡ് ആയി. ഇപ്പോൾ ലിസ്റ്റിംഗ് വരുന്നത് 2007 BSEയിൽ NSEയിൽ ലിസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെക്നോളജി ഫിറ്റ് നോക്കുകയാണെങ്കിൽ അച്ചീവ്ഡ് വേൾഡ് ഫസ്റ്റ് ഡെസ്പാച്ചിങ് 333 MVA എന്ന് പറയുന്ന ഒരു 333 മെഗാ വോൾട്ട് ആംപിയർ, 1200 kV ഓട്ടോ ട്രാൻസ്ഫോർമർ ടു പവർ ഗ്രിഡ്. ഓട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, പവർ ഗ്രിഡിലേക്ക് ഓട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വേൾഡിലെ ഫസ്റ്റ് കമ്പനി കൂടിയാണ്. ദി ഹയസ്റ്റ് AC വോൾട്ടേജ് ഗ്ലോബലി എന്നുള്ളവർ, അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ഫസ്റ്റിൽ ഡെസ്പാച്ച് ആയിട്ട് ചെയ്യുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫർ കൂടിയാണ്. പിന്നെ റീസെന്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ, സ്ട്രാറ്റജിക് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 500 കോടി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ അത് QIP വഴി 500 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രാറ്റജിക് ഗ്രോത്ത്, അത് അക്വിസിഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താ പറയുക, ഫാക്ടറി ഇൻപുട്ട് കൂട്ടാനും പുതിയ അക്വിസിഷന് വേണ്ടിയിട്ടും പുതിയ കമ്പനി എക്സ്പാൻഷന് വേണ്ടിയിട്ടൊക്കെയാണ് പൈസ ഉപയോഗിച്ചിട്ടുള്ളത്. റവന്യൂ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 2025 കൺസോളിഡേറ്റഡ് റവന്യൂ വന്നിട്ടുള്ളത് 2017 കോടിയാണ്. അത് കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ 1291 കോടി മാത്രമാണ്. അപ്പോൾ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 ഇയർ നോക്കുമ്പോൾ കോമ്പൗണ്ട് CAGR 14% വെച്ചിട്ട്
സെയിൽസ് ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. നമ്മൾ 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് നമുക്ക് 23.6%, ഓൾമോസ്റ്റ് 24% CAGR 5 വർഷം നോക്കുകയാണെങ്കിൽ, 3 ഇയർ നോക്കുകയാണെങ്കിൽ 20.4%ഉം സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ 10 വർഷത്തിൽ CAGR 14% നല്ല CAGR കീപ്പ് ചെയ്ത് കറൻ്റ്ലി കഴിഞ്ഞ 5 വർഷം 3 വർഷം നോക്കുമ്പോൾ അതിൻ്റെ പേസ് കൂടുതലാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ കുറവായിരുന്നു, പിന്നീടാണ് അത് കൂടിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ 5 വർഷത്തെ CAGR വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. H1 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ 989 കോടി ആണ്, സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് ഫ്രം 783 കോടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിലിൽ നിന്ന് 26% കൂടിയിട്ട്, കഴിഞ്ഞ വർഷത്തെ 783 കോടിയായിരുന്നു, അന്ന് 27% H1 കൂടിയിട്ട് 989 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ CAGR 251 കോടിയാണ്, 251% CAGR. എന്താ പറയുക, ഹയസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന CAGR തന്നെയാണ്. ഇൻഡസ്ട്രികളിൽ തന്നെ വളരെ മികച്ചൊരു പ്രോഫിറ്റ് CAGR ആണ് 251%. 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 147% ഉണ്ട്. 3 വർഷം 147% CAGR-ഉം 5 വർഷം 251% CAGR വളരെ മികച്ചൊരു ഇതാണ്. പിന്നെ ട്രെയിലറിങ് 12 മന്ത് നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ 12 വർഷം തൊട്ട് കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഈ ഡിസംബർ എൻഡ് വരെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ജാനുവരി 1 തൊട്ടിട്ട് ഡിസംബർ 31 നോക്കുകയാണെങ്കിൽ 34% സെയിൽസ് ഗ്രോത്തും 105% പ്രോഫിറ്റ് ഗ്രോത്തും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് എക്സ്പ്ലോഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഓൾറെഡി നമ്മൾ പറഞ്ഞ കേസാണ്. പിന്നെ എബിറ്റ മാർജിൻ കൂടിയിട്ടുണ്ട്, 320 കോടിയായിട്ട് 16.41% 2025 പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വെറും 129 കോടിയാണ്, 10% മാർജിൻ ആയിരുന്നത്. ഇവിടെ 16.41% കൂടിയിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു ഈ 60%-ഓളം മാർജിനിലും കൂടിയിട്ടുണ്ട്. പ്ലസ് ടോട്ടൽ എഡിറ്റേബിലും നമുക്കതിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഡിസ്കസ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ FIയിൽ ടോട്ടൽ പ്രൊജക്റ്റഡ് വരുന്നത് ഈ 187 കോടിയാണ്, മാർജിൻ 9.44%. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. കാരണം കപ്പാസിറ്റി അഡീഷൻ വരുന്നുണ്ട് റിന്യൂവൽ എനർജി മേഖലയിൽ. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ സോളാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഹൈ ഓർഡർ ഡിസ്കഷൻ ഇൻ പൈപ്പ് ലൈനിൽ ഒരുപാട് വലിയ ഓർഡറുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വലിയ എമൗണ്ട് ആണ്. അതിപ്പോൾ ഉള്ള ആനുവൽ സെയിൽസിൻ്റെ ഒക്കെ 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെയാണ് ഡിസ്കഷൻ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് വാല്യൂ ഫോളോയിങ് സ്ലൈഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രോത്ത് ഈസ് ഡ്രിവൺ ബൈ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് മിക്സ് ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസീസ്. ഓപ്പറേഷണൽ എഫിഷ്യൻസിയും പ്രൊഡക്റ്റ് മിക്സും കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഈ കമ്പനിയിൽ കാണാൻ പറ്റും. നമുക്കിത് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഡിമാൻഡ് ഫ്രം ന്യൂ ഹൊറൈസൺ. അത് നമ്മൾ ഹൊറൈസൺ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ സെൻറ്റേഴ്സ്, സോളാർ പാനല്, പിന്നെ മോഡേണൈസേഷൻ ഓഫ് ഗ്രിഡ്, അങ്ങനെയൊക്കെ വരുന്നൊക്കെ പുതിയ മേഖലയിലേക്ക് ഇവർക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ഓർഡർ ബുക്കും കസ്റ്റമർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് മാത്രം 5472 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ FY 25 ടോട്ടൽ സെയിൽ 2039 കോടിയാണ്. അവിടെ വെച്ചിട്ട് ഓൾമോസ്റ്റ് 2.5 ഇരട്ടി അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് മാത്രം കയ്യിലുണ്ട് Q2. അപ്പോൾ Q2 FY 26 ഇനിയും കയ്യിൽ ഓർഡർ ആയിട്ടുള്ളതാണ്. കൂടാതെ പൈപ്പ് ലൈനിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഓർഡേഴ്സാണ്, വലിയൊരു എന്താ പറയുക, നമുക്ക് വളരെ ലോങ് റണ്ണിലേക്ക് വിസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. ഓർഡർ ബുക്ക് വളരെ മികച്ച ഓർഡർ ബുക്കും വിസിബിലിറ്റി ഉള്ള കമ്പനിയാണ്. സോ ഓർഡർ മിക്സ് നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് 66%, റിയാക്ടേഴ്സ് 27%, സ്പെഷ്യാലിറ്റി ഡ്യൂട്ടി ട്രാൻസ്ഫോമേഴ്സ് 7%. ഇങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ക്ലയൻറ്റ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് 47%, സെൻട്രൽ യൂട്ടിലിറ്റീസിൽ 43%, സ്റ്റേറ്റ് യൂട്ടിലിറ്റീസിൽ 10%. മറ്റേ സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ ഇൻഡസ്ട്രിയൽ, ഈ നല്ലൊരു റേഷ്യോയിലാണ് കമ്പനി ബിസിനസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ മേഖലയിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് കൂടി ഇവർക്ക് വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് ടയർ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ, മേജർ ക്ലയൻസ് ആരൊക്കെ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, NTPC, ടാറ്റ പവർ, സീമെൻസ് എനർജി, ബ്ലൂ സ്റ്റാർ, ഹിന്ദുസ്ഥാൻ സിങ്ക്, JSW, ജെറ്റ്കോ. പവർഫുൾ കമ്പനികളാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ടുള്ളത്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ലിസ്റ്റഡുമാണ്.
സ്ട്രാറ്റജിക്ക് നോക്കുകയാണെങ്കിൽ അക്വിസിഷൻ നമ്മൾ ഒരു അക്വേർഡ് കൺട്രോളിംഗ് സ്റ്റേക്ക് ഇപ്പോൾ പോസ്കോ റോഹൻ ക്യാമ്പ് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള 2024 ഒരു കമ്പനിയെ അക്വയർ ചെയ്തു. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CRGO ലാമിനേഷൻ വിച്ച് അക്കൗണ്ട്സ് ഫോർ 33% ഓഫ് റോ മെറ്റീരിയൽ കോസ്റ്റ്. അതായത് ഈ കമ്പനിക്ക് വേണ്ട TARIL ട്രാൻസ്ഫാക്ടേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിന് വേണ്ട ഈ ഒരു റോ മെറ്റീരിയൽസ് ഒരു 33% താരിലിൻ്റെ റോ മെറ്റീരിയൽസും ഇനി ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. അത് ഇവർ അക്വയർ ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടും. പിന്നെ ഓപ്പറേഷണൽ വിൻസ് നോക്കുകയാണെങ്കിൽ റിലീസ് ഡെപ്റ്റർ ഡേയ്സ് ഇപ്പോൾ 142 85 ഡേറ്റ് ആയിട്ട് 84.8 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റർ ഡേയ്സ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 74 ദിവസത്തോളം വേണ്ടിയിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ 34 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കുറഞ്ഞു, ഡെപ്റ്റർ ഡേയ്സ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. അതായത് 142 185 കുറഞ്ഞു. അത് പോസിറ്റീവ് സൈനാണ്. പിന്നെ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ NABL അക്രഡിറ്റേഷൻ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൺലി ഇന്ത്യൻ ട്രാൻസ്ഫോമർ ഫേം വിച്ച് ആൻഡ് NABL അക്രഡിറ്റേഷൻ ലാബ് ഫോർ ഇലക്ട്രിക്കൽ സ്റ്റീൽ ടെസ്റ്റിംഗ്. അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റീൽ ടെസ്റ്റിങ്ങിന് വേണ്ട NABL എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ISO സർട്ടിഫിക്കറ്റ് ഫിസ എന്നൊക്കെ പറഞ്ഞ ഓരോ ടെസ്റ്റിംഗ് മേഖലകളുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് അക്രഡിറ്റേഷനാണ് നാഷണൽ ലെവലിലുള്ളത്. ആ അക്രഡിറ്റേഷൻ ഈ കമ്പനിക്ക് ഇലക്ട്രിക്കൽ സ്റ്റീൽ കാസ്റ്റിംഗിൽ കിട്ടിയിട്ടുള്ള ഒരേ ഒരു കമ്പനി കൂടിയാണ്. ഫ്യൂച്ചർ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ സെക്ടർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. 1500 മെഗാ വോൾട്ട് ആംപിയർ സ്പെസിഫിക്കലി ഫോർ റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ഇവർ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 1500 മെഗാ വോൾട്ട് ആംപിയറിലേക്ക് വേണ്ട കപ്പാസിറ്റി എക്സ്പാൻഷൻ പുതിയ സെക്ടറാണ്, പുതിയ ഹൊറൈസൺ ആണ്. ഇപ്പോൾ ചെയ്യുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്കാണ് കടന്നിരിക്കുന്നത്. അതും വലിയൊരു 15,000 സോറി എൻ്റെ നേരത്തെ പറഞ്ഞ തെറ്റാണ്, 15,000 മെഗാ വോൾട്ട് ആംപിയർ ആണ് ഈ ഒരു റിന്യൂവബിൾ സെക്ടറിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ പൈപ്പ് ലൈനിൽ അവർക്കുള്ള എൻക്വയറീസ് 18,700 കോടി. അതായത് ഈ ഒരു അണ്ടർ നെഗോഷിയേഷൻ ആണ്. ഇതിലൊരു 50% കമ്പനിക്ക് വിൻ ചെയ്യാൻ പറ്റിയാൽ പോലും കറന്റ് 18,700 crores ഇൻ എൻക്വയറീസ് അണ്ടർ നെഗോഷിയേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഓൾമോസ്റ്റ് ഒരു 10,000 കോടി എങ്കിലും 50% അച്ചീവ് ചെയ്താൽ പോലും ഇതിൽ 50% നെഗോഷിയേഷൻ സക്സസ് ആയാൽ പോലും 10,000 കോടിയുടെ ഓർഡർ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോഴുള്ളതിൻ്റെ 5 ഇരട്ടിയാണ്. കഴിഞ്ഞ 25 അവരുടെ സെയിലും ഫുൾ ഇയർ സെയിൽ 2019 കോടിയാണ്, 19 കോടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 5 ടൈംസ് എങ്കിലും മിനിമം 50% കിട്ടി. അത് മുഴുവൻ കിട്ടിയാൽ 10 ടൈംസ്, ഓൾമോസ്റ്റ് 10 ടൈംസിൻ്റെ അടുത്ത് 9 ടൈംസിൻ്റെ അടുത്ത് ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും ഇരട്ടി ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഡിസ്കഷനിലാണ്. പിന്നെ ഗ്രോത്ത് കാറ്റലിസ്റ്റിക് നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഡാറ്റാ സെൻറ്റേഴ്സ്, ഗ്രീൻ ഹൈഡ്രജൻ, പവർ ഗ്രിഡ് മോഡലൈസേഷൻ. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ഡാറ്റാ സെൻറ്റേഴ്സിന് ഈ വളരെയധികം പവർ ആവശ്യമുള്ളതാണ്. ഒരു സിംഗിൾ സെക്കൻഡ് പോലും ഡാറ്റാ സെൻറ്ററിൽ പവർ കട്ടാവാൻ പാടില്ല. അത്രയും കോൺഷ്യസ് ആയിട്ട് വേണ്ട ഒരു മേഖലയാണ് ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പുതിയ ഡാറ്റാ സെൻറ്റേഴ്സ് ഇന്ത്യയിൽ മൊത്തം പുതിയ ഒരുപാട് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അനന്തരാജ് പോലുള്ള. കൂടാതെ ഗൂഗിൾ 1.5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എയർടെൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഒരു ട്രില്യനോളം അടുത്തൊരു 6-7 വർഷം കൊണ്ട് ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ സ്റ്റഡീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി L&T അതിനകത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലയൻസ് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും R&D നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് ഗ്രീൻ ഹൈഡ്രജൻ ഒരു പുതിയ മുതൽക്കൂട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരും. അതുപോലെ ഇപ്പോൾ അവർക്ക് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് കൂടി കമ്പനിക്ക് കിട്ടും. അപ്പോൾ ഗ്രോത്ത് കമ്പനിയിൽ ഇൻടാക്റ്റ് ആണ്. അപ്പോൾ ഡിമാൻഡ് ഉണ്ട് കമ്പനിക്ക്. അപ്പോൾ അതുകൂടാതെ ഓൾറെഡി കയ്യിൽ ഓർഡേഴ്സും ഉണ്ട്. അവർക്ക് വിസിബിൾ ആയിട്ടുള്ള മിനിമം 2.5 വർഷത്തെ ഓർഡർ കയ്യിലുണ്ട്. ആൻഡ് ദെൻ ഡിമാൻഡ് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു 5 വർഷത്തേക്കുള്ള വിസിബിലിറ്റി അത് കൂടാതെയുള്ള ബിസിനസ് കൂടി കിട്ടാൻ സാധ്യതയുള്ള കമ്പനിയാണ്.
ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 5 ഇയറിൽ നമ്മൾ CAGR 251% ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻഡസ്ട്രി ലീഡിംഗ് ലെഡ് ടൈം റിഡക്ഷൻ, നമ്മുടെ ടൈം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ റെക്കോർഡ് 740 crore സിംഗിൾ ഓർഡർ ഫ്രം ജെറ്റ്കോ എന്ന് റീസെൻ്റ്ലി അവർക്ക് 740 കോടിയുടെ വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ കമ്പനീസിന് പുതിയ ഓർഡേഴ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു കോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കോൺസ് ഒന്നുമല്ല, ഇതൊരു ഹയർ വാല്യുവേഷൻ ഒന്നല്ല. ടെക്നിക്കൽ ടേംസിൽ പറയുമ്പോൾ ഹയർ വാല്യുവേഷൻ ആണെങ്കിലും നമ്മുടെ ഹിസ്റ്റോറിക്കൽ PE ഒക്കെ കമ്പനിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ PE കമ്പനിയുടെ ഈ 3 വർഷത്തെ PE 78 പിന്നെ 5 വർഷത്തെ PE നോക്കുകയാണെങ്കിൽ 56.8, അതായത് 57% ആണ്. ഇപ്പോഴത്തെ PE നോക്കുകയാണെങ്കിൽ 40.8 എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ PEനേക്കാളും ഒരുപാട് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത്, സ്വന്തം PE വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ. അതേസമയം ഇൻഡസ്ട്രിയൽ PE ആണെങ്കിൽ പോലും 45.4% ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഇപ്പോൾ കമ്പനിയുടെ PE 40 ആണ്. എന്നാൽ പോലും ഇൻഡസ്ട്രിയൽ PEനേക്കാളും കുറവാണ്. ഇപ്പോൾ PE വാല്യുവേഷൻ നോക്കുമ്പോൾ ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്കൊരു കമ്പനിയുടെ ഇതിനെ അളക്കുന്നത് എൻ്റെ പ്രാക്ടിക്കൽ ഇതിൽ ശരിയല്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇത് പറയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹൈ വാല്യുവേഷൻ എന്നുള്ളൊരു ഒരു ബുക്ക് കൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് കൂടുതലാണ്. പ്ലഡ്ജ് നോക്കുകയാണെങ്കിൽ 21.8% പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. അതൊരു നെഗറ്റീവാണ്. സ്റ്റിൽ കമ്പനി മാനേജ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് 64.4% കമ്പനി പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ ഇപ്പോഴും 64% കൂടുതൽ, 64.4% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റിവിറ്റി ടു റോ മെറ്റീരിയൽസ്, ഇതൊരു കൺസേൺ ആണ്. റോ മെറ്റീരിയലിനുള്ള പ്രൈസ് ഷിഫ്റ്റ് അതെല്ലാ മേഖലയിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷിഫ്റ്റ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിനെ മാറ്റിമറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർ ഓൾറെഡി ഇതിന് വേണ്ട 33% റോ മെറ്റീരിയലിന് വേണ്ട ഒരു കമ്പനി ഓൾറെഡി അക്വയർ ചെയ്തു. ഫ്യൂച്ചറിലും അത് വേണ്ട കമ്പനികൾ, അങ്ങനെ ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷൻ വേണ്ട കമ്പനികളെ അവർ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പിലാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വലിയ ബോധറേഷൻ ഇല്ല, സ്റ്റിൽ അതൊരു കൺസേൺ ആണ്. പിന്നെ 10.6% ഡ്രോപ്പ് ഇൻ പ്രൊമോട്ടർ ഹോൾഡ് 3 ഇയേഴ്സ്. 3 ഇയർ കൊണ്ട് കമ്പനിയിൽ പ്രൊമോട്ടർ അത് ഷെയർ കുറച്ചിട്ടുണ്ട്. നമ്മൾ കൺക്ലൂഷന് മുമ്പേ ഇതിൻ്റെ ജസ്റ്റ് ഒരു കമ്പനിയുടെ മൊത്തം പ്രൊഫൈൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 10,098, ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. 10,098 കോടിയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ്. 2-ാം തീയതി ജനുവരി 2026 ക്ലോസ് ചെയ്ത പ്രൈസ് 336 ആണ്. സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നത് 52,650 ആണ്. ലോ ക്രിയേറ്റ് ചെയ്തിരുന്നത് 230 ആണ്. ഈ ക്ലോസ് ചെയ്ത പ്രൈസിൽ നിന്ന് ഈ ഹൈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 93-94% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്. ഇത്രയും ഞാൻ ലാസ്റ്റ് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊഫൈലെല്ലാം ഞങ്ങൾ ഈ ഒരു ഇത്രയും സമയം കൊണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കിന് ഈവൻ അതിൻ്റെ പ്രീവിയസ് ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ പോലും 93-94 1x റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ കറൻ്റ്. കമ്പനിയുടെ റിസർവ്സ് മാത്രം 1,315 കോടി ഓൾറെഡി റിസർവ്സ് ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് വേണ്ട എക്സ്പാൻഷനും കാര്യങ്ങൾക്കെല്ലാം കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് 1,315 കോടി ക്യാഷ് ഉണ്ട്. പിന്നെ ROCE, കറണ്ട് ROCE 28%, കറണ്ട് ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.4%. ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 0.27% ഉള്ളൂ. അത് കമ്പനിയുടെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്, ഒരു 0.27% ഉള്ളൂ. അത് കമ്പനിക്കുള്ള റിസർവ്സിൽ തന്നെ അടയ്ക്കാവുന്ന സംഖ്യ മാത്രമാണ്, അത്രയും താഴെയാണ്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു 64.4%. FIs ഹോൾഡ് ചെയ്തിരിക്കുന്നത് 11.21%. DIs ഹോൾഡ് ചെയ്തിരിക്കുന്നത് 5.95%. മൊത്തം ഈ DIs FIs കൂടി 17.16% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 18.47%. ഇപ്പം കറണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കമ്പനിക്കുള്ളത് 16%. ഏർലിയർ ഇത് 9-ഉം 10-ഉം ഒക്കെ ആയിരുന്നു ഒരു 4-5 വർഷം മുമ്പ്. പക്ഷേ അതൊന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തപ്പോൾ 16% ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ കമ്പനിക്കുണ്ട്. അപ്പോൾ പ്ലഡ്ജ് ചെയ്ത ഇക്വിറ്റി ശരിയാണ്, 21.8% പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. അതുകൂടാതെ FIs തന്നെ അറിയപ്പെടുന്ന ഗോൾഡ്മാൻ സാഞ്ചസ് ഇതിനകത്ത് 1.51%, 1.5% സ്റ്റേക്ക് ഗോൾഡ്മാൻ സാഞ്ചസ് ഇതിനകത്ത് താരിലിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. HSBC മിഡ് ക്യാപ്പ് 3.65%. അതുപോലെ തന്നെ ഇൻവെസ്കോ ഇന്ത്യ ഇക്വിറ്റി ഫണ്ട് 1.05%. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളൊക്കെ തന്നെ ഇതിനകത്ത് ഇത്രയും പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ റിസർച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൺക്ലൂഷൻ എൻ്റെ പറയുകയാണെങ്കിൽ
Cargill positioned as a leader in the energy transition with a massive order book and a strategic backward integration. Backward integration കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാസീവ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് കയ്യിലുണ്ട്, നെഗോഷിയേഷനിലും ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേർഡിക്റ്റ്, എൻ്റെ പേഴ്സണൽ വേർഡിക്റ്റ് ബൈ ഓൺ ഡിപ്സ് അല്ലെങ്കിൽ കറൻ്റ്ലി അക്യുമുലേറ്റ് ചെയ്യുക, SIP ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 4 to 5 ഇയർ ഹൊറൈസണിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ മൾട്ടിബാഗർ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള അറ്റ്ലീസ്റ്റ് 1 ഇയർ ആണെങ്കിൽ പോലും നല്ല റിട്ടേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രീവിയസ് ATH ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 90% എബോവ് കറണ്ട് CMPയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വൈൽ കറണ്ട് വാല്യുവേഷൻ ഈസ് സ്ലൈറ്റ്ലി ഹയർ, അത് ടെക്നിക്കൽ ടൈമിൽ പറഞ്ഞതേ ഉള്ളൂ. റിമീൻസ് ഗ്രോത്ത് ഓറിയൻറ്റഡ് പ്ലേ വിത്ത് സ്ട്രോങ് ഫണ്ടമെൻ്റൽസ്. അപ്പോൾ എൻ്റെ വേർഡിക്റ്റ് സ്ട്രോങ് ഗ്രോത്ത്, സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഡിസിഷൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസായിട്ട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ട്. വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്, പക്ഷേ വ്യൂസോ അല്ലെങ്കിൽ ലൈക്കോ ഷെയറോ ഒക്കെ വളരെ മിനിമലായിട്ടാണ് കിട്ടാറ്. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഈ ഒരു വീഡിയോക്കകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ കൂടുതൽ പേരിൽ ഈ വീഡിയോ എത്തിക്കാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു.